യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച്. എന്തായിരുന്നു മാർച്ചിൻ്റെ ഉദ്ദേശം? എന്തിനാണ് മാർച്ച് നടത്തിയത്? അല്ലെങ്കിൽ എന്തായിരുന്നു മാർച്ചിൻ്റെ ആവശ്യം? അങ്ങനെയാണല്ലോ, സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടായിരിക്കും. അത് കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട്. കാരണം യൂത്ത് കോൺഗ്രസ് ആണ്, ചെറുപ്പക്കാരാണ്, അവർക്ക് ഇപ്പോൾ കേരളത്തിൽ തൊഴിലില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണോ സമരം നടത്തിയിരിക്കുന്നത്? അതല്ലെങ്കിൽ എന്തെങ്കിലും ജനകീയ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടാണ്? വിലക്കയറ്റം തടയണം, ക്രിസ്മസ് ഓണത്തിന് വരുന്നു, ഓണം ഫെയറുകൾ ആരംഭിക്കണം എന്നൊക്കെയുള്ള ജനകീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ്? അങ്ങനെ ഒരു ആവശ്യവും മുന്നോട്ട് വെക്കാനില്ല എന്നതുകൊണ്ടാണ് അവർ ഈ മാർച്ചിൽ ഉയർത്തിയ മുദ്രാവാക്യം തന്നെ വിചിത്രമാണ്. മുഖ്യമന്ത്രിയോ മുഖ്യ ഗുണ്ടയോ? ഇതാണ് ബാനറിൽ കണ്ടത്. മുഖ്യമന്ത്രിയോ മുഖ്യ ഗുണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മാർച്ച്. എന്താണ് ഈ മാർച്ചിന്റെ കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചപ്പോൾ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നവകേരള സദസ്സിന്റെ ഭാഗമായി നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്നാണ്. എന്താണ് അക്രമം? യൂത്ത് കോൺഗ്രസ്സുകാർ നവകേരള സദസ്സ് നടക്കുമ്പോൾ അവിടത്തേക്ക് മാർച്ച് നടത്തുന്നു, കരിങ്കൊടി കാണിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നവകേരള സദസ്സ്, അതിൻ്റെ സ്ഥലത്തേക്കാണ് കരിങ്കൊടിയുമായി പോകുന്നത്. സ്വാഭാവികമായും അവിടെ കൂടി നിൽക്കുന്ന CPIM-ൻ്റെയും അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെയും പ്രതിഷേധത്തിനിടയാകും. ചിലപ്പോൾ ഉന്തും തള്ളുമാകും, അടിയാകും. അതാണ് സംഭവിച്ചത്. അതുമാത്രമല്ല, മറ്റൊന്ന് സംഭവിച്ചെന്താണ്? അതിവേഗത്തിൽ പോകുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം, അതിനടുത്തേക്ക് ചാടി വീഴുന്ന പ്രവർത്തകർ. വണ്ടിക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് ഒരു അപകട മരണം സംഭവിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു രക്തസാക്ഷിയെ വേണം. ഈ നവകേരള സദസ്സ് ജനപിന്തുണയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് നവകേരള സദസ്സ് നടക്കുന്നത്. വൻ വിജയമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ വൻ വിജയമായി നവകേരള സദസ്സ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്തണം, അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണം. ഒരു മാധ്യമപ്രവർത്തകൻ, മാതൃഭൂമിയിലെ തന്നെ സീനിയറായ മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ അദ്ദേഹത്തോട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് എത്തുന്നതുവരെ സൂക്ഷിക്കാൻ പറയണം ഈ സർക്കാരിൻ്റെ ആളുകളോട്. കാരണം ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നത്. അങ്ങനെ രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും ഒരു അപകടമുണ്ടാക്കണം, അതിൻ്റെ എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. വെളിപ്പെടുത്തിയത് മാതൃഭൂമിയുടെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു ലേഖകനാണ്, കണ്ണൂരിലെ ലേഖകനാണ് വെളിപ്പെടുത്തിയത്. ഫേസ്ബുക്കിൽ ഇപ്പോഴും നമുക്കത് കാണാൻ കഴിയും. ഏതായാലും അത്രമാത്രം ഈ നവകേരള സദസ്സിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നവകേരള സദസ്സ് ജനകീയമാകുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഈ നവകേരള സദസ്സിൻ്റെ ജനപ്രീതിയെ, ജനകീയതയെ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാർച്ചും കൂടി സംഘടിപ്പിച്ചത്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എന്ന് പറയേണ്ടി വരുന്നു. എന്താണ് ആവശ്യം? മുഖ്യമന്ത്രിയോ മുഖ്യ ഗുണ്ടയോ എന്ന ചോദ്യം ഉയർത്തിയിട്ടാണ് മാർച്ച്. ഈ മാർച്ച് രാവിലെ നടക്കുന്നു. മാർച്ച് വളരെ സമാധാനപരം തന്നെയായിരുന്നു. പോലീസ് ഒരു തരത്തിലും ഒരു അക്രമവും കാട്ടിയില്ല. വളരെ അല്പസമയം പാലിച്ചുകൊണ്ടാണ് പോലീസ് നിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏഷ്യാനെറ്റ് തന്നെ അത് പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം. മറ്റെല്ലാ ചാനലുകളും വിടുക, മറ്റെല്ലാ പത്രങ്ങളെയും വിടുക, ഏഷ്യാനെറ്റിന്റെ ലൈവ് റിപ്പോർട്ട് നോക്കുക. തുടക്കത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനം പ്രസ് ക്ലബിന്റെ മുന്നിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം എത്തിയതിനു ശേഷം സ്വാഭാവികമായി പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് സമരം തടയുന്നു. ആ സമരം തടയുന്ന സമയത്ത് വി.ഡി. സതീശൻ പ്രസംഗിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ സംസാരിക്കുകയും പിന്നീട് പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ സമരം തുടക്കം മുതൽ തന്നെ ഈ സമരം എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഇത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ ലോക്കൽ പോലീസ് അടക്കം നോക്കി നിൽക്കുമ്പോൾ KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഈ ലോക്കൽ പോലീസിനെ അടക്കം നോക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരടക്കം എസ്കോർട്ട് വാഹനത്തിൽ ഇറങ്ങി പോലീസ് രാത്രി കൊണ്ട് പ്രവർത്തകരെ മർദ്ദിക്കുന്നു. ഇത് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് രീതിയിൽ ഒരു സമരം നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ സമരം പോലീസിനെതിരെ കൂടിയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഈ സമരത്തിന്റെ തുടക്കത്തിൽ വളരെ സംയമനം പാലിച്ചു നിൽക്കുകയും പിന്നീട് പോലീസിന് നേരെ വ്യാപകമായി കല്ലെറിയുകയും പോലീസിനെ കമ്പെറിയും ഒക്കെ തന്നെ ചെയ്തു. ഒരു ഘട്ടത്തിൽ ഈ സമരം കൂടുതൽ അക്രമാസക്തമാകുന്ന തലത്തിലേക്ക് പോയി. പോലീസിന്റെ 2 വാഹനങ്ങളുടെ ചില്ല് തകർത്തിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഉപയോഗിക്കുന്ന ഷീൽഡടക്കം തകർത്തിട്ടുണ്ട്. പോലീസിന്റെ ജലവീതിക്കടിക്കുന്ന വാഹനത്തിലടക്കം വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും VDPP അടക്കം ചുമത്തിക്കൊണ്ട് പ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ടതായ എല്ലാ വകുപ്പുകളും നിലനിൽക്കുന്നു. എന്താണ് പറയുന്നത്? വളരെ ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് പോലീസ് നിന്നത്. പോലീസ് നേരെ കമ്പുകളും വടികളും കല്ലുകളും ചെരുപ്പുകളും ഒക്കെ എറിയുന്നു. പോലീസ് ഒന്നും ചെയ്യുന്നില്ല. വാഹനം തകർക്കുന്നു. ഏത് വാഹനം? പോലീസ് വാഹനം തകർക്കുന്നു. പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുന്നു.
ജലപീരങ്കിയുടെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുന്നു. എന്തിനേറെ പറയുന്നു, പിങ്ക് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന PDPP ആക്ട് പ്രകാരം ഈ പോലീസ് വാഹനങ്ങൾ തകർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന് കേസെടുക്കേണ്ടി വരും, ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പിങ്ക് പോലീസിന്റെ വനിതാ പോലീസ് കൊണ്ടുപോകുന്ന ആ വണ്ടിയിലുള്ള പ്രവർത്തകയെ വണ്ടി തടഞ്ഞു നിർത്തി വനിതാ പോലീസുകാരെ ആക്രമിച്ച് വനിതാ പോലീസ് വണ്ടിയുടെ പിങ്ക് വാഹനത്തിന്റെ ചില്ല് തകർത്ത് ആ പ്രതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു DCC ഓഫീസിലേക്ക്. DCC ഓഫീസിന് മുന്നിൽ നിന്നാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അടിമുടി അക്രമം നടത്തുന്നു. പോലീസ് സംയമനം പാലിക്കുന്നു. സംയമനം പാലിച്ച് ഇത്രയും ആക്രമങ്ങൾ കാട്ടിയ ശേഷം പോലീസിന് PDPP വകുപ്പ് അനുസരിച്ച് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല. അതൊരു വസ്തുതയാണ്. അത് തന്നെയാണ് ഏഷ്യാനെറ്റ് പറഞ്ഞത്. ആ കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് സംഘർഷം നടത്തുന്നു, ഏകപക്ഷീയമായി പോലീസിനെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ചമയ്ക്കാൻ ശ്രമം നടത്തിയത്. മഷിക്കുപ്പി പോലും പ്രയോഗിച്ചു. കാരണം ചോര എവിടെയും പൊടിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മഷിക്കുപ്പി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കതർ ഷർട്ടിൽ മഷി തെറിപ്പിക്കുന്ന മഷിക്കുപ്പി സമരത്തിൻ്റെ ഒരു ആവർത്തനം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളത്തെ പത്രങ്ങളിൽ ഇതെല്ലാം മാറി മറിയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ വലിയ പൊലിപ്പിച്ചെടുത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിന്റെ വിളയാട്ടമായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കും. പക്ഷേ നേരത്തെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാനലുകൾ നൽകിയ ലൈവ് റിപ്പോർട്ടിംഗ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത്. അതിലൊരു കാര്യം വ്യക്തമാണ്, ഇത് അല്ലെങ്കിൽ ഈ സമരം അക്രമാസക്തമായിരുന്നു. അക്രമം ബോധപൂർവം നടത്തിയതാണ്. അടിയുണ്ടാക്കണം, പോലീസിന്റെ ലാത്തി ചാർജ് ക്ഷണിച്ചു വരുത്തണം, കഴിയുമെങ്കിൽ ഒരു വെടിവെപ്പ് തിരുവനന്തപുരത്ത് നടത്തണം. അങ്ങനെയാണെങ്കിൽ നാളെ ഹർത്താൽ, 1-2 ദിവസം ഹർത്താൽ സംഘടിപ്പിക്കാം. അതോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ നവകേരള സദസ്സ് പൊളിക്കാം. ഇതാണ് ഇവരുടെ അജണ്ട, KPCCയുടെ അജണ്ട, കോൺഗ്രസിന്റെ അജണ്ട. പോലീസ് പക്ഷേ അല്പസംയമനം പാലിച്ച് കൃത്യമായും ഒരു തരത്തിലുള്ള അക്രമവും നടത്താതെ വലിയ തോതിൽ അക്രമം നടത്തുമ്പോൾ ഒന്ന് വിരട്ടി ഓടിക്കുക എന്നതല്ലാതെ, ജലപീരങ്കി ഉപയോഗിക്കുക എന്നതല്ലാതെ ഒരു ടിയർ ഗ്യാസ് ഷെല്ല് പോലും ഉപയോഗിച്ചില്ല എന്ന് നോക്കണം. SFI ഒക്കെ നടത്തുന്ന സമരങ്ങളിലേക്ക് വളരെ ശബ്ദത്തോടെ ഉറക്കെ പൊട്ടിത്തെറിക്കുന്ന ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ തികച്ചും സമാധാനപരമായി തന്നെ പോലീസിൻ്റെ ആത്മസംയമനം എത്രമാത്രമുണ്ടോ അതെല്ലാം അവിടെ ഈ തെരുവിൽ ഇന്ന് പ്രകടവുമായിരുന്നു. അങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു പോലീസ്. അങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൻ്റെ വാഹനങ്ങൾ അടിച്ചു തകർത്തത്. 3 വാഹനങ്ങൾ തകർത്തു. ജലപീരങ്കിയുടെ വാഹനത്തിന് കേടുപാട് വരുത്തി. അതോടൊപ്പം തന്നെ പോലീസ് വാഹനത്തിൻ്റെ ടയറിലെ കാറ്റഴിച്ച് വിടാൻ ശ്രമിച്ചു. ഇങ്ങനെ നിരന്തരം പോലീസിനെ പ്രകോപിപ്പിച്ച് ഒരു അടിയുണ്ടാക്കാൻ, ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കാൻ, അതിനുശേഷം ഒരു വെടിവെപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പോലീസ് ഒന്നും അനങ്ങിയില്ല. അവസാനം സമരം അവസാനിപ്പിച്ചതിന് ശേഷം ഈ PDPP ആക്ട് പ്രകാരം കേസെടുത്തതിന് ശേഷം അതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും സംഘർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിലാപങ്ങൾ, ഇൻവെർട്ടർ കോമിലാണ്, കോർട്ടിലാണ് വിലാപങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഇവർക്ക് വേണ്ടത്? നാളെ ഒരു ഹർത്താൽ നടത്തണം. നാളെയും മറ്റന്നാൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. അതും സംഘർഷത്തിൽ അവസാനിപ്പിക്കണം എന്നാണ് കണക്കുകൂട്ടലെന്ന് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസ് ആണ്, ഇത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരം അത് അക്രമാസക്തമാകുന്നു. പോലീസ് ലാത്തിചാർജ് നടത്തുന്നു, ചിലപ്പോൾ വെടിവെപ്പിലേക്ക് പോകുന്നു. അതോടുകൂടി നാളെ ഹർത്താൽ. അതിനുശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അതും സംഘർഷത്തിലേക്ക് അവസാനിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു, ഗൂഢാലോചന നടക്കുന്നു എന്നാണ് അറിയുന്നത്. ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് K. സുധാകരൻ തന്നെയാണ് എന്നും കേൾക്കുന്നുണ്ട്. അദ്ദേഹം വരുമോ എന്നറിയില്ല, പക്ഷേ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും K. സുധാകരൻ എത്തുന്ന എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഒരു സമ്പൂർണമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാപങ്ങൾ ഉണ്ടാക്കുക. ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തി. എവിടെയും ഒരു സംഘർഷം ഉണ്ടാക്കാൻ പോലീസ് മുൻകൈയെടുത്തില്ല. പോലീസിനെ ആക്രമിച്ചു, ബാരിക്കേഡുകൾ തകർത്തു. എന്നിട്ടും പോലീസ് എവിടെയും ലാത്തി ചാർജ് നടത്തിയില്ല എന്നാലോചിക്കണം. എന്ന് വെച്ചാൽ ഒരു തരത്തിലും പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെയോ ഒന്നും ചെയ്യരുത്, ആത്മസംയമനം പാലിക്കണം, നിയമപരമായി ചെയ്യാവുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല. അത് മുൻകൂട്ടി മനസ്സിലാക്കിയ പോലീസും ഭരണ നേതൃത്വവും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ഇവിടെ അവസാനിപ്പിക്കുമോ എന്നറിയില്ല.
കാരണം ഒരു കോൺഗ്രസിന് ഒരു രക്തസാക്ഷിയെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന് കേരളത്തിൽ ഒരു കലാപമുണ്ടാക്കണം, കലാപ അന്തരീക്ഷമുണ്ടാക്കണം. ഇതാണ് ഇപ്പോൾ നടത്താൻ കോൺഗ്രസ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ച്, പോലീസ് സ്റ്റേഷനുകളിലേക്ക് നടത്തിയ മാർച്ച്, അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം നടക്കുന്ന DGP ഓഫീസ് മാർച്ചും.